ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടില്ലേ, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ഫാം ഹൗസ് ആണ്. ഏകദേശം 30 ഏക്കറോളം ഉള്ള വലിയൊരു ഫാം ഹൗസിലുള്ള ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ആണ് ഈ ഒരു കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കാഴ്ചകളും ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ആ കാണുന്ന 30 ഏക്കറോളം വരുന്ന ഈ ഒരു ഫാം ഹൗസിലേക്ക് നമ്മൾ പോവുകയാണ് അല്ലേ മുട്ടി? അപ്പോൾ ഈ ഒരു കാഴ്ചകളിലേക്ക് നമ്മൾ പോകുന്നതിൻ്റെ കൂടെ നിങ്ങളും കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ. അതുപോലെ തന്നെ എന്താണ് മുട്ടി ചെയ്യേണ്ടത്? ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, എല്ലാം ചെയ്ത് അവസാനം വരെ കൂടെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നേരെ കാണുന്ന ഈ ഒരു ഫാം ഹൗസിലെ ഓരോ കാഴ്ചകളിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് കാഞ്ഞങ്ങാട് കാരക്കോടുള്ള ഫാം പത്തായപ്പുര ഹോം സ്റ്റേയിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഈ ഒരു ഫാം ഹൗസിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലേക്കാണ് കേട്ടോ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിളികളുടെ ഒക്കെ സൗണ്ട് കേൾക്കാം. അതുപോലെ ഇത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ മൊയിലും കൂടാണ്. ഒരുപാട് മൊയിലുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വിളിച്ച് മൈലോ മൈല 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 കുഞ്ഞ 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 എല്ലാം വന്നല്ലോ. അങ്ങനെ നമ്മൾ മൊയലുകളൊക്കെ കണ്ട് നേരെ നടന്ന് കയറി വരുമ്പോ ഇവിടെയായിട്ട് കോഴികളെയും, ഇതെന്താ പട്ടിയാണോ? 2 ടീം ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അവര് നമ്മളെ കണ്ടിട്ട് ഇതുവരെ ബഹളമൊന്നും ആക്കിയിട്ടില്ല. അവരവിടെ കിടപ്പുണ്ട്. ആരും ഒരു ശല്യം ചെയ്യുന്നില്ല കേട്ടോ. അതെ, അവരവിടെ കിടപ്പുണ്ട്. അവരായിട്ടുള്ള എന്താ എൻജോയ്മെന്റ് അവരവിടെ കിടക്കുകയാണ്. അതിനുശേഷം നേരെ കാണുന്ന സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ ഇവിടുത്തെ ഫ്രൂട്ട്സ് ഫോറസ്റ്റ് ആണ്. ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോട്ടയും ഡ്രാഗൺ ഫ്രൂട്ടും അവക്കാഡോയും അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വളർത്തുന്ന ഈ ഒരു ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇവിടെ തന്നെ സെയിൽ ചെയ്യും. നമുക്ക് വരുന്നവർക്കൊക്കെ മേടിക്കാം. പക്ഷെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടായിരിക്കും കേട്ടോ നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ കിട്ടുന്നത്. ഈ കാണുന്നതാണ് നമ്മൾ ഫസ്റ്റ് വരുമ്പോഴത്തേന് കാണുന്ന ഇവിടുത്തെ ഒരു മീൻകുളം കേട്ടോ. ഞങ്ങളെ ആദ്യം വന്നപ്പോഴത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വെള്ളം നിറയ്ക്കുന്നില്ലായിരുന്നു. അപ്പോഴത്തേന് ഇവിടെ ഉള്ള മീനുകളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് മീനെ പിടിച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാൻ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് മീനെ പിടിച്ചിട്ട് ഇവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറിയൊക്കെ വെച്ച് തരും കേട്ടോ. നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് കേട്ടോ. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ഇവിടുത്തെ ഒരു സ്റ്റാഫ് ചേട്ടൻ മീനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതിനെ ഇടാൻ വേണ്ടി പോവാണ്. സിലോപ്പി അല്ലേ ചേട്ടാ? ഓക്കെ, കണ്ടോ? ഓക്കെ, മീൻ എൻ്റെ നിന്ന് ചാടിപ്പോയി കേട്ടോ. ഇതിന് നമ്മൾ അങ്ങോട്ടേക്ക് ഇടാൻ വേണ്ടി പോവാണ്. എന്തായാലും നിങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ലേ? ഓക്കെ, ഇടാൻ വേണ്ടി പോവാണ്. അങ്ങനെ മീനിട്ടു. അപ്പം നമ്മൾ അമ്മച്ചി മീനിട്ട് കൈ കഴുകാൻ പോയി. അങ്ങനെ നമ്മൾ മെല്ലെ നടത്താൻ തുടങ്ങി കേട്ടോ. നമ്മൾ മീൻകുളമൊക്കെ കണ്ട് ആസ്വദിച്ച് മെല്ലെ നടന്ന് വരുമ്പോൾ നമുക്കൊരു ചെറിയ തോട്ടം കിട്ടും. തോട്ടത്തിൻ്റെ താഴെ തന്നെയായിട്ട് നമുക്ക് ഗോശാല എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, പശു വളർത്തൽ. നമുക്കന്ന് കണ്ടാലോ അങ്ങോട്ട്? അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടെ പശു വളർത്തുന്ന ഇവിടുത്തെ ഗോശാല കേട്ടോ. നല്ല വൃത്തിയൊക്കെ ആയിട്ടാണ് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ സ്മെല്ലോ അങ്ങനെയൊന്നുമില്ല. എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ്. നമ്മൾ ഇവിടെ കയറി വന്നപ്പോഴത്തേന് ഇവിടെ അധികം പശുക്കളൊന്നും ഇല്ലായിരുന്നു. ഹലോ ഹലോ, തൊടണ്ട ഇല്ല, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് എണീറ്റത് കേട്ടോ ആള്. ഇവിടെ പുല്ലൊന്നും. അപ്പം ഞങ്ങളിവിടെ വന്നപ്പോഴത്തേന് ഇയാൾ ഇച്ചിരി സീനാണ് കേട്ടോ. കാരണം എന്നാന്ന് അറിയത്തില്ല, അവന്റെ വളപ്പിൽ കയറുന്നത് അവന് ഇഷ്ടമില്ല, ഏരിയയിൽ കയറിയത് അവന് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. എങ്കിലും ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു ഗോശാലയും കാര്യങ്ങളും. ബാക്കി പശുക്കളെല്ലാം ഇവിടുന്ന് മേയ്ക്കാൻ വേണ്ടിയിട്ട് പുല്ല് തിന്നാൻ വേണ്ടിയിട്ടൊക്കെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ശരിക്കും ഫാം ഹൗസ് കേൾക്കുമ്പോഴത്തേന് പശു വളർത്തലും മൃഗപരിപാലനവും ഒക്കെ ആണല്ലോ നമ്മുടെ ചിന്തയിൽ വരുന്നത്. അതുപോലെ തന്നെ കൃഷിയൊക്കെ ആണല്ലോ ഇവിടെ. അതുമാത്രമല്ല കേട്ടോ, ഒരുപാട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അതും എൻജോയ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പോകുന്നത്. ഇവിടുത്തെ ഗോശാലയിലേക്ക് കയറിയപ്പോഴത്തേന് വലിയ പശുക്കളൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിനെയൊക്കെ മേയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് പുല്ല് തിന്നാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടെന്ന്. ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാ ടീംസും ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ പശുക്കളെ കാണുമ്പോഴത്തേന് പല പല ഇനങ്ങളുണ്ട് കേട്ടോ. ഒരുപക്ഷെ ഇതൊക്കെ വീട്ടിൽ മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് കൊച്ചു കുട്ടികളൊക്കെ വരുമ്പോഴത്തേന് അവർക്ക് ഈ പശുക്കളെയൊക്കെ കാണിച്ചു കൊടുക്കാനും ഇതൊക്കെ ഏതൊക്കെ ഇനങ്ങളാണെന്നൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റിയൊരു അവസരം കൂടിയാണ് കേട്ടോ. ഇവിടെ വരുമ്പോഴത്തേന് ഓരോരോ പശുക്കളുണ്ട്. ആ ഒരു പശുക്കൾക്കും ഓരോ ഷേപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഇനം എന്താണെന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ അറിയത്തില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് ഇതുവരെ കൃഷിക്കാരൊക്കെ ആയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടൊക്കെ ഇത് പറഞ്ഞൊക്കെ തരും കുട്ടികൾക്ക്. ഇത് ഇന്ന ഇനമാണെന്നൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കത്തില്ലേ. നമ്മുടെ കാസർഗോഡ്
കാസർഗോഡിൽ കാഞ്ഞങ്ങാടിൽ ഇതുപോലെ ഒരു ഫാം ഹൗസും അതുപോലെ തന്നെ ഇതുപോലെ ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉള്ള ഒരു സ്ഥലം വേറെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറവായിരിക്കും. അല്ല, ഇതുപോലത്തെ ഒരു സ്ഥലം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ വളപ്പൊക്കെ ഉണ്ട് അല്ലേ, ഇതുപോലെ പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അതിനെ കാണേണ്ട രീതിയിൽ കണ്ടില്ല എന്നുകൊണ്ട് ഒരു സത്യമാണ് അല്ലേ കുട്ടി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു വ്യത്യസ്തമായിട്ടൊരു കൺസെപ്റ്റ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതെന്തായാലും അടിപൊളിയാണ്. അങ്ങനെ നേരെ നമ്മളിതാ ഇവിടുത്തെ ചിൽഡ്രൻസ് പാർക്കിലേക്ക് കയറുകയാണ് കേട്ടോ. എന്തായാലും അമ്മൂടി കൊച്ചു കുട്ടികൾക്കൊക്കെ ഇവിടെ എത്തുമ്പോഴത്തേന് ഇതൊരു ഫാം ഹൗസ് ആണെങ്കിൽ ഉള്ളിലേക്ക് വരുമ്പോഴത്തേന് ഐസ്ക്രീം ഒക്കെ കഴിക്കണം അല്ലെ, ആഗ്രഹമുള്ളവർക്കൊക്കെ എത്തുമ്പോഴത്തേന് ഇവിടെ ഐസ്ക്രീം, പശുവിനെയും മീനിനെയും ഒക്കെ കണ്ട് ഇതിലൂടെ നടന്നു വരുമ്പോ നമുക്ക് എന്തായാലും ഇച്ചിരി വിശക്കും. അപ്പൊ നമുക്ക് ഇവിടെ പശുവിനെ കാണുമ്പോ വിശപ്പ് വരും. പശുവല്ല, ഈ ഐസ്ക്രീം അതെ അതെ, അതിനെയൊക്കെ കണ്ടേ മൂപ്പര് ഉപദേശിച്ചത്, അതിനെയൊക്കെ കണ്ട് തിരിച്ച് ഇവിടെ എത്തുമ്പോൾ കുറച്ച് മടുക്കും. കാരണം ഇത് കുറച്ചധികം നടക്കാനുണ്ട്. പക്ഷെ അപ്പം ഇവിടെ വരുമ്പോൾ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഐസ്ക്രീം ഒക്കെ കഴിക്കണമെങ്കിൽ അതും ഇതാ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളും കഴിക്കാൻ വേണ്ടി പോവാണ്. ആദ്യത്തെ കുറേ കാഴ്ചകൾ കുറച്ച് പ്രായമുള്ളവർക്കൊക്കെ നല്ല അടിപൊളി കാഴ്ചകളായിരിക്കും. കാരണം കൃഷിയെ ഇഷ്ടപ്പെടുന്നവർക്കും പിന്നെ അതുപോലെ മൃഗപരിപാലനമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അത് ഇഷ്ടപ്പെടും. പക്ഷെ കൊച്ചു കുട്ടികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് എൻജോയ് ചെയ്യണം അല്ലേ, അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഈ ഒരു കാണുന്ന ചിൽഡ്രൻസ് പാർക്ക്. ഇവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് ഊഞ്ഞാലുകളുണ്ട്, കറങ്ങുന്ന കസാരകളുണ്ട്, ഊർന്നിറങ്ങുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പും കൂടി ഉണ്ട്. ഇതാട്ടോ പിള്ളേർക്ക് കളിക്കേണ്ട സംഭവങ്ങളൊക്കെ, കോഴിക്കുഞ്ഞ് കള്ളം കേട്ടോ. കൊച്ചു കുട്ടികളൊക്കെ അവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമുക്ക് വലിയവർക്കൊക്കെ കുറച്ച് എൻ്റർടൈൻമെൻറ്റും കുറച്ച് അഡ്വഞ്ചറും വേണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ പോകുന്നതിന് മുന്നേ ഇതാ ഇതൊന്നും നമുക്ക് എൻജോയ് ചെയ്താലോ. ഈ ഒരു ഊഞ്ഞാലാടുമ്പോഴത്തേന് എന്താണ് കാഴ്ച എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പോവാം, ഗസ് സ്റ്റാർട്ട്. യെസ്, കൊള്ളാം കേട്ടോ. മതി മതി മതി. ഇനി ഒരു ഫാം ഹൗസിലെ സിപ്പ് ലൈൻ റൈഡ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് സിപ്പ് ലൈൻ അല്ല, മൾട്ടി ടവർ ആക്ടിവിറ്റിയാണ് കേട്ടോ. ഒരു അഡ്വഞ്ചർ ഒരു ആക്ടിവിറ്റി തന്നെയാണ്. പക്ഷേ എന്താ പറയുക, നമുക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇതുവരെ ഞാൻ ഇതുപോലത്തെ ഒരു സംഭവം ഞാൻ ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോഴത്തേനും ഫാം പത്തായപ്പുരയാണ് നമ്മൾ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. മൾട്ടി ടവർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3-4 ടവർ ഇവിടെ ഉണ്ട്. നമ്മൾ ഇതുവഴി പോയിട്ട് അങ്ങനെ പോയിട്ട് കയറി വരണം. എനിക്ക് എത്രത്തോളം ആക്ട് ആവുമെന്ന് അറിയത്തില്ല. ഞാൻ അവിടം വരെ പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് വിട്ടാലോ. ബാ, ഫസ്റ്റ് നമ്മൾ വെക്കുവാണേ. 1ാം പടി ചവിട്ടുകയാണ്. പേടിയുണ്ടോ? പേടിയൊന്നുമില്ല. ഓക്കെ, ഇതുണ്ടോ നമ്മൾ ഇത്രയും കയറിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഇതുണ്ടോ ഇങ്ങനെയാണ് നമ്മൾ പോകേണ്ടത്. ഓക്കെ, ഇനി ഞാൻ ഇങ്ങനെ പോകുന്നത് കൊണ്ട് ഞാൻ ക്യാമറ എടുക്കുന്നില്ല. ക്യാമറ അമ്മുവായിരിക്കും ഇവിടെ നിന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇവിടെ നിന്ന് ആടുന്നുണ്ടല്ലോ ഈശ്വര, അതുകൊണ്ട് ഫോൺ ഞാൻ സേഫായിട്ട് ഇവിടെ വെക്കുവാണേ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അങ്ങനെ ആശാൻ ചവിട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. പേടിയുണ്ടോ? ഉണ്ട്, കള്ളം കേട്ടോ, അടിപൊളിയുണ്ട്. അങ്ങനെ സെൻട്രൽ പോർഷൻ എത്തി കേട്ടോ. പിന്നെ കുറച്ചും കൂടി ഉണ്ട് പോവാൻ. ടാസ്ക് കംപ്ലീറ്റ് ആവുമെന്ന് നമുക്കിപ്പോൾ അറിയാം. എന്താണ്ടൊക്കെയോ പറയുന്നുണ്ട്, ഒന്നും തിരിയുന്നില്ല. ഇത് ആടുന്നുണ്ട് കേട്ടോ. അങ്ങനെ എത്താനായി വരുന്നുണ്ട്. എത്താനായി ഇനി 2 പടികൾ കൂടി ഉള്ളൂ. എത്തി. കമ്മീഷൻ കംപ്ലീറ്റഡ്. അങ്ങോട്ട് പോയപ്പോൾ 2 കൈ പിടിച്ചിട്ടാണ് ആശാൻ പോയത്. ഇങ്ങോട്ട് വരുമ്പോൾ ഒറ്റ കൈയിലാണ്. ഇനി ഇവിടെ എത്താനാകുമ്പോഴേക്ക് കൈ പോലും പിടിക്കൂല എന്നുള്ള ടാസ്കിലാണ് വരുന്നത് അല്ലേ ഡിഞ്ച? അതാക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ, അഭ്യാസ മുറകൾ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആശാൻ. ഈ കുഞ്ഞിപ്പിള്ളേരെയെല്ലാം നമ്മൾ നടത്താൻ പഠിപ്പിക്കൂലേ, അതുപോലെ എനിക്കിപ്പോൾ തോന്നുന്നത്.
ഇതുവരെ ഈ ഒരു എന്താണ് മൾട്ടി ടവർ ടാസ്ക് ഒന്നും ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പേടിക്കും, കാരണം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ കാരണം താഴെ ഇതുപോലെ കുളവും വെള്ളവും കൂടെ ആകുമ്പോഴത്തേന് അതിൻ്റെ ഒരു വിറയുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റേക്ക് നമുക്ക് പോകണം, പക്ഷേ ഞാൻ പോയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിവിടെ നമ്മൾ ജസ്റ്റ് ചേഞ്ച് ചെയ്യണം. അതിന് ഇവിടെ സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേനും ഇവിടെ ആളില്ല, അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയെന്നാണ് തോന്നുന്നത്. അപ്പോഴത്തേനും നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ എനിക്കിത് എത്തുന്നില്ല. അവിടെ എത്തുമ്പോഴത്തേനും ഇത് ഭയങ്കര ഹൈറ്റായി. അപ്പോഴത്തേനും ഞാൻ അത് ഒഴിവാക്കി. അപ്പം ഈ ഒരു മൾട്ടി ടവർ ടാസ്കിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ 200 റുപ്പീസാണ് കേട്ടോ. അപ്പം ഈ ഒരു 200 റുപ്പീസിന് ഇത് മാത്രമല്ല, താഴെ ഒരു ബോട്ട് കാണുന്നില്ലേ, ആ ഒരു ബോട്ടിലുള്ള ഖയാക്കിങ്, പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് വൺ ഗ്ലാസ് ബ്രിഡ്ജ് ഇല്ലേ, ഗ്ലാസ് ബ്രിഡ്ജ് കയറാനും ഈ ഒരു 200 റുപ്പീസ് ആയിരിക്കും. പക്ഷേ ഇപ്പം ഓഫറുണ്ട് കേട്ടോ. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ഒക്കെ ആയതുകൊണ്ട് 50% ഇവർ ഓഫറൊക്കെ കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു ഏരിയയിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത്. ഈ ഒരു മൾട്ടി ടവർ ടാസ്കിന് താഴെ തന്നെയാണ് ഈ ഒരു എന്താ പറയുക കയാക്കിംഗ് ഒക്കെ ഉള്ളത് കേട്ടോ. കയാക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബോട്ടാണ് കേട്ടോ ഇതിപ്പോൾ കെട്ടിയിട്ടേക്കുകയാണ്. സോ നമുക്ക് ഇത് വെച്ചിട്ട് തുഴഞ്ഞ് ഇതിൻ്റെ അകത്തൂടെ നമുക്ക് കയാക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഇഷ്ടംപോലെ മീനുകളും ഉണ്ട് കേട്ടോ, ഒരുപാട് മീനുകളും ഉണ്ട്. ഇവിടെ കയാക്കിംഗ് നടത്തുന്ന ഈ ഒരു കുളത്തിൻ്റെ നടുക്ക് തന്നെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അത് അമ്മു അവിടെ അതിന് ഭയങ്കര എൻ്റർടൈൻമെൻറ്റിലാണ് കേട്ടോ. സൗണ്ട് കേൾക്കുന്നില്ലേ? എന്താ മോളെ, ഇതാ ഇവിടെ താറാവിനെയൊക്കെ വളർത്തുന്നുണ്ട് കേട്ടോ. എന്നാ ഒന്ന് ആക്കിക്ക് വരുന്നുണ്ടോ? അമ്മനെ മിമിക്രിക്ക് എടുക്കാൻ കഴിച്ചു. ഓക്കെ, അപ്പൊ ഇവിടെ താറാക്കള് ഇവിടെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇവിടെ എന്തൊക്കെയോ സൗണ്ട് കേൾപ്പിക്കുന്നുണ്ട്. ഒന്നുകൂടെ കേൾപ്പിച്ചാൽ വേണ്ടി നമ്മുടെ വ്യൂവേഴ്സ് കേൾക്കട്ടെ. ഒന്നുകൂടെ മതി. ഇപ്പോഴും ഇവിടെ ഓരോ കാര്യങ്ങൾ പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അണ്ടർ കൺസ്ട്രക്ഷനിലാണ് ഇപ്പോഴും ഓരോ സംഭവങ്ങളും, പുതിയ പുതിയ സംഭവങ്ങളൊക്കെ ഇവർ പ്ലാൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ ആൾക്കാരൊക്കെ വരുമ്പോഴത്തേനും അവർ ഈ കയാക്കിങ്ങിനൊക്കെ പോയി കഴിയുമ്പോഴത്തേനും നമ്മളെവിടെ ഇരിക്കും, നമുക്ക് ഇരിക്കണ്ടേ. അപ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ടും കുറച്ച് നേരം കാര്യം പറയാൻ വേണ്ടിയിട്ട് ഒരു ഷെഡ് സെറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ മെയിനായിട്ട് ഒരു കടത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഫാം ഹൗസ് ഫുള്ളും ആർട്ട് വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടൻ ഇവിടെ ഉണ്ട് കേട്ടോ. ചേട്ടാ നമസ്കാരം. എന്താണ് പേര്? എന്താണ്? ആണോ? ചേട്ടനാണ് ഇവിടുത്തെ മുഴുവൻ വർക്കും ചെയ്യുന്നത്? ആണോ? എല്ലാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ചേട്ടനാണ് ഇവിടുത്തെ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തത്. ചേട്ടനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടന് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. ചേട്ടാ യൂട്യൂബ് ചാനലിന്റെ പേര്? എന്റെ പേര് തന്നെയുണ്ട്, ദാസൻ പുളിയോൽ. ആ ഓക്കെ. ഈ ഒരു ഫാം ഹൗസിന്റെ ഫുള്ളും ആർട്ട് വർക്ക് ചെയ്തേക്കുന്ന ചേട്ടനാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലോ ഇതുപോലത്തെ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. ചേട്ടനെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ നമ്പർ എടുത്തിട്ട് ചേട്ടനെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഈ മേളിൽ കാണുന്ന മൾട്ടി ടാസ്കിന്റെ താഴെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു കുഞ്ഞു കുളം കിട്ടും കേട്ടോ. ഇവിടെ പിള്ളേർക്ക് കളിക്കാനും കുളിക്കാനൊക്കെ നല്ല സുഖം കേട്ടോ. അടുത്തത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കുളിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്കൊക്കെ കുളിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പൂളുണ്ട് കേട്ടോ. ഈ പൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ള കുളമില്ലേ, നാട്ടിൻപുറങ്ങളിലൊക്കെ ഉള്ള കുളമില്ലേ, ആ കുളത്തിനെ പോലെ തന്നെ ഇവർ ചെത്തിയെടുത്തതാണ് കേട്ടോ. കുളം തന്നെ. അപ്പം അത് ഇവർ നാച്ചുറലായിട്ട് ചെത്തിയെടുത്ത ഒരു കുളമാണ്. ഇവിടെ വന്നിട്ട് കുളിക്കാം, സ്വിമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ആഴമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പാറപ്പുറത്ത് നിന്ന് തന്നെ ഉറവ വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം ഇതിൻ്റെ അടിയിൽ പാറപ്പുറമൊക്കെ കാണാം. പിന്നെ ഇതുവഴിയൊക്കെ വെള്ളം പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഉറവ വരുന്നതാണ് കേട്ടോ. തണുപ്പുണ്ടോ നമുക്ക് നോക്കാം. നല്ല തണുപ്പുണ്ടോ ഇല്ല. ഇതിൻ്റെ അകത്ത് മീനുണ്ട് കേട്ടോ. നോക്കിയാ തണുപ്പുണ്ടോ ഉണ്ടോ. പിന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ടേ, അക്വാഫോണിക് മഴമറ. ഇതെന്താ സംഭവം എന്ന് എനിക്കാകെ ഡൗട്ടായിപ്പോയി. പിന്നെ അവരോട് ചോദിച്ചപ്പോഴാണ് സംഭവം മനസ്സിലായത്. കയറി കാണിക്കാൻ കേട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനുകളെ വളർത്തുന്ന ഒരു കുളമാണേ. അത് ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ നമ്മൾ നേരെ ഈ ഒരു സ്ഥലത്തേക്ക് വരുമ്പോഴത്തേന് ആ ഒരു കുളത്തിലുള്ള വെള്ളം മാറ്റും. അതായത് ഇങ്ങോട്ടേക്ക് മാറ്റും കേട്ടോ. ഇങ്ങോട്ടേക്ക് മാറ്റി ആ വെള്ളം ഒരു പറ്റുന്ന സമയമാകുമ്പോഴത്തേന് ഈ മീനുകളുടെയൊക്കെ ഒരു പ്രോട്ടീൻസ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു പ്രോട്ടീൻസ് ഒക്കെ ഇവിടെ വന്ന് അടിയും. അപ്പോൾ ഇവിടെ വിത്തുകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വിത്തുകൾ മുളച്ച് വരും. അതായത് മണ്ണില്ലാതെ വിത്തുകൾ മുളയ്ക്കുക എന്നൊരു കൺസെപ്റ്റാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവമാണ് ഈ അക്വാഫോണിക് മഴമറ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം. ഇതിൻ്റെ ഒരു മെയിനായിട്ട് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിനകത്തോട്ട് കയറി. അപ്പോൾ ഇതിനകത്ത് ആൾ വന്നിട്ട് ഇത് ലോക്ക് ചെയ്തിട്ട് പോയി. ഞങ്ങൾക്ക് ഇപ്പോൾ പണി കിട്ടിപ്പോയത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വലിയൊരു ഫാം ഹൗസിൻ്റെ നടുക്ക് ഇവർ പുതിയതായിട്ട് സെറ്റ് ചെയ്യുന്നതാണ് ലവേഴ്സ് കോർണർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ കാണുന്നതാണ് കേട്ടോ ഈ ഒരു ഏരിയ. എങ്ങനെയുണ്ട്? അമ്മൂട്ടിക്ക് തോന്നിയായിരുന്നു ഇത് ലവേഴ്സ് കോർണർ ആണെന്ന്?
ഞാൻ ഇവിടുത്തെ ചേട്ടനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇത് ലവേഴ്സ് കോർണർ പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ പണികളൊക്കെ പൂർത്തിയാകാൻ വേണ്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ ഇവിടെ ഒരു ചിതൽപുറ്റ് സ്റ്റേയും ഉണ്ട് കേട്ടോ. ചിതൽപുറ്റ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് സ്റ്റേയും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു ഫാം ഹൗസിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നമുക്ക് ഈ ഒരു ഫാം ഹൗസിലെ ഗ്ലാസ് ബ്രിഡ്ജ് ഇല്ലേ, പല റീൽസിലും ഒക്കെ കണ്ട് ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബ്രിഡ്ജാണ് അല്ലേ മുട്ടി. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറിയാണ്. ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫാം ഹൗസിൻ്റെ ഏറ്റവും ഒരു ടോപ്പ് ഒരു ഏരിയയിലാണ് കേട്ടോ. അവിടെ ഒരു മീൻകുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളുടെ ഈ ഒരു ബാക്കിൽ കാണുന്നതാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ്. എന്നാൽ പിന്നെ നമുക്ക് നേരെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറിയാലോ മുട്ടി. അപ്പോൾ ഈ ഒരു ഫാം ഹൗസിലെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് നമ്മൾ കയറിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹട്ട് സ്റ്റേ ഒക്കെ ഉണ്ട്. ഈ ഒരു ഹട്ട് സ്റ്റേയുടെ അടുത്ത് തന്നെയാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത്. ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ ഫുള്ള് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാനും മമ്മൂട്ടി ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഈ കാണുന്നതാണ് ഈ ഒരു ഫാം ഹൗസിൻ്റെ ഗ്ലാസ് ബ്രിഡ്ജ്. കാസർഗോഡിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കേട്ടോ. കൊള്ളാം, അടിപൊളിയാണ്. ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ള വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ തൊട്ടാണ് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ആ ഒരു വ്യൂ നമുക്ക് കിട്ടുന്നത്. താഴേക്കുള്ള കാഴ്ച ഇങ്ങനെയാണ് കേട്ടോ. നോക്കിക്കേ, എങ്ങനെയുണ്ടോ മുട്ടി? പേടിയുണ്ടോ? ഇതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫാം ഹൗസിൻ്റെ ഒരു വ്യൂ കേട്ടോ. ഇവിടെ കാണുന്നതെല്ലാം ഓരോ കൃഷികളൊക്കെയാണ് കേട്ടോ ഈ നട്ടു വെച്ചേക്കുന്നത്. ഏകദേശം 30 ഏക്കറോളമാണ് കേട്ടോ ഈ ഒരു ഫാം ഹൗസ് ഉള്ളത്. അമ്മൂട്ടി പേടിച്ച് നിൽപ്പുണ്ട്. എനിവേ ഇതാണ് ഇവിടുത്തെ ഫാം ഹൗസും കാര്യങ്ങളും ഒക്കെ. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹട്ട് സ്റ്റേ ഉണ്ട്. പിന്നെ ഇവിടെ ഒരെണ്ണം പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മൂട്ടി സാധാരണ നമ്മൾ വയനാടൊക്കെയാണ് ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കണ്ടിട്ടുള്ളത്. എങ്ങനെയുണ്ട് അമ്മൂട്ടിയുടെ എക്സ്പീരിയൻസ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൽ നിൽക്കുമ്പോഴത്തേന്? എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്, ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. പേടിയുണ്ടോ? കയറിയപ്പോൾ ചെറിയൊരു പേടിയുണ്ടായിരുന്നു, പക്ഷെ കയറി ഇവിടെ വന്നപ്പോഴേക്കും ആ പേടിയൊക്കെ മാറി കേട്ടോ. അതെ, നല്ല വ്യൂ ആണ് കാണാൻ. നല്ല കാറ്റൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ഒരു കാഴ്ചയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുമ്പോഴത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 രൂപയാണ് കേട്ടോ ഈ ഒരു ഫാം ഹൗസ് ഫുള്ള് കാണണമെങ്കിൽ. അപ്പം ഇതാണ് ഈ കാണുന്ന ഗ്ലാസ് ബ്രിഡ്ജ് കേട്ടോ. അങ്ങനെ ഈ ഒരു ഫാം ഹൗസ് കണ്ട് ഞാനും മമ്മൂട്ടി മടങ്ങുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പം ഇതുപോലുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്കും നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥാപനങ്ങൾ ഏതുമാവട്ടെ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. ബൈ ബൈ.